അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ലടോ. ശരി 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 ആ ഓക്കെ എന്നാലും ഓക്കെ ഓക്കെ. ഈ രാവിലെ വരുന്ന ഫോൺ കോളുകളിൽ 90% ഈ വടകര എന്താകും എന്നറിയാൻ വേണ്ടി വിളിക്കുന്ന പോളിംഗ് ശതമാനം കുറഞ്ഞില്ലേ അതാ. കഴിഞ്ഞ തവണ 82.67 ആയിരുന്നു വടകരയിലെ പോളിംഗ് ശതമാനം. ഇത്തവണ അത് 4.76% കുറവ്. ഈ കുറവ് LDFനെ ബാധിക്കുമോ അതോ UDFനെ ബാധിക്കുമോ? വ്യക്തമായ ഒരു സൂചനയും പ്രകടമല്ല. കാരണം ഇടതു കോട്ടകളിലും ഐക്യമുന്നണി കേന്ദ്രങ്ങളിലും ഒരുപോലെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വടകരയിൽ ഐക്യമുന്നണിക്ക് മുൻതൂക്കമുണ്ടെന്നും NDA വോട്ടുകൾ കുറയുമെന്നുമാണ് പൊതുവിലുള്ള നിരീക്ഷണം. കോഴിക്കോട്ട് 6.23% കുറവുണ്ട്. ഇരു മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളിലും ഒരുപോലെ കുറവ് പ്രകടവുമാണ്. എങ്കിലും നിലവിൽ ഐക്യമുന്നണിക്കുള്ള മേധാവിത്വം തുടരുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിലും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ വോട്ടുകൾ പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന പ്രതീക്ഷയാണ് MV ജയരാജൻ പങ്കുവച്ചത്. LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് അനുകൂലമായ വോട്ട് മുഴുവൻ പോൾ ചെയ്യിക്കാനുള്ള പോളിംഗ് സംഘടനാ മിഷണറി സജീവമായിരുന്നു. കാസർഗോഡ് 6% വോട്ടിംഗ് കുറഞ്ഞു. UDF കേന്ദ്രങ്ങളിലാണ് പ്രകടമായ കുറവ്. അതുകൊണ്ട് ഇത്തവണ കാസർഗോഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ഇടതു സ്ഥാനാർത്ഥി പറഞ്ഞു. വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ LDFന്റെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വോട്ടുകൾ ഉറപ്പിച്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇതൊന്നും UDFനെ ബാധിക്കില്ലെന്നും 1 ലക്ഷത്തോളം വോട്ടിന് വിജയിക്കുമെന്നുമാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതീക്ഷ. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.